ബ്രിഗേഡിയർ എൻ ബാലൻ, നമ്മളിവിടെ ലഹരി ഉപയോഗിക്കാത്ത ദേശസ്നേഹമുള്ള ഒരു വലിയ തലമുറയെ വാർത്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ പറഞ്ഞ് ശീലിച്ചവരാണ്. പക്ഷേ സൈഫുള്ള കസൂരി പറയുന്നത് ജിഹാദിനായി വരും തലമുറയെ വാർത്തെടുക്കും എന്നാണ്. അതായത് ഈ വിദ്വേഷ പ്രസംഗത്തിലൂടെ യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്ന ഒരാളാണ് കസൂരി എന്നാണ് കേൾക്കുന്നത്. 2026 ഫെബ്രുവരിക്ക് മുൻപേ കശ്മീർ പിടിച്ചെടുക്കുമെന്ന് ആഹ്വാനം ചെയ്തയാളാണ് പാക് പഞ്ചാബിൽ വന്ന്. നോക്കൂ, യുവാക്കളെ ആകർഷിക്കലാണ് കസൂരിയുടെ പ്രധാന പണി. ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കുന്നതിൻ്റെ തുടക്കം വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ എന്ത്? കസൂരിയുടെ വാക്കുകൾ നമ്മൾ തീർച്ചയായും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അതായത് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ നമ്മൾ എന്തായാലും പറഞ്ഞ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ കസൂരിയെ പോലെയുള്ള ആളുകൾ ബംഗ്ലാദേശിനകത്ത് ഒരു ഘനവത്തായ എന്തെങ്കിലും ഒരു സംഘടന രൂപീകരിക്കാൻ അവർ വിജയിക്കുമെങ്കിൽ അങ്ങനെയുള്ള സംഘടനകൾ അവിടുത്തെ യുവാക്കളെ വഴിതെറ്റിച്ച് ഈ സംഘടനകളിൽ ചേർത്തുകൊണ്ട് പിന്നെ നുഴഞ്ഞുകയറ്റം നടത്താനുള്ള ശ്രമം നടത്തും. അതായത് നമ്മൾ പറഞ്ഞ പോലെ 4200ഓളം കിലോമീറ്റർ അതിർത്തിയുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലേക്കുള്ളതാണ്. അതുമാത്രമല്ല, ബംഗ്ലാദേശിൽ സംസാരിക്കുന്ന ഭാഷ ഇന്ത്യയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും ആസാമിലുമൊക്കെ ബംഗാളികൾ സംസാരിക്കുന്നുണ്ട്. ഭാഷയിൽ കുറച്ച് വ്യത്യാസമുണ്ടെങ്കിലും അവർ ഒരു പ്രാവശ്യം നുഴഞ്ഞു കയറിയാൽ അത് നമ്മളുടെ ഒരു ആന്തരിക ഒരു രക്ഷാ പ്രശ്നമായി, അത് വളരെ ഗുരുവത്തായ പ്രശ്നമായിട്ട് ഭവിക്കാം. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് വേണം. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒരു പ്രത്യക്ഷമായ ഒരു സപ്പോർട്ട് വരാൻ പ്രയാസമുണ്ട്. അവിടെ നിന്ന് അവർ മുഴുവൻ കടലെല്ലാം കടഞ്ഞിട്ട് ഇവിടെ എത്തുകയുള്ളൂ. അത് നമ്മൾക്ക് ഒരു ബ്ലോക്കേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ആശയപരമായ ഇങ്ങനെയുള്ള ഒരു തിരിമറിച്ചിൽ നടത്തുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വെടിമരുന്ന് പോലെയാണ്. കത്തിപ്പിടിച്ച് ഒരു അളവ് കഴിയുമ്പോൾ അത് ഒരു പരിധിക്ക് പുറത്താകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പ്രയാസപ്പെടും. അത് അവരുടെ ബംഗ്ലാദേശിൻ്റെ മാത്രമല്ല പ്രശ്നമാകുന്നത്, അത് ഇന്ത്യയുടെ പ്രശ്നമാകും. അപ്പോൾ അങ്ങനെ അവർ നുഴഞ്ഞു കയറിയാൽ പിന്നെ പല സ്ഥലങ്ങളിലും ഈ ഭീകരരുടെ ആക്രമണങ്ങളോ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്ലീപ്പർ സെൽസോ ഒക്കെ ആയിട്ട് ഇവർ പരിണമിക്കാനുള്ള സാധ്യതകൾ നമ്മൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് അത് മുമ്പ് ചർച്ച ചെയ്ത പോലെ അതിർത്തി മൊത്തം എന്തായാലും ഒരു ഫെൻസിങ് നടത്തുക മാത്രമല്ല, ഫെൻസിങ്ങിന് ഈ പ്രത്യേകമായ അവിടുത്തെ ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം കൂടെ കണക്കെടുത്തിട്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫെൻസിങ് ആവിഷ്കരിക്കേണ്ടി വരിക്കുന്നു. രണ്ടാമത്തത് അവിടുത്തെ സർവൈലൻസിന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഈ എല്ലാ 6 സംസ്ഥാനങ്ങളിലും ഉള്ളത്. അവർക്ക് പുതിയതായ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള സർവൈലൻസ് ഡിവൈസസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഡ്രോൺസ് മാത്രമല്ല, ഈ രാത്രി കാണാനുള്ള ഈ നൈറ്റ് വിഷൻ ഡിവൈസസ്, ലോങ് റേഞ്ച് റഡാർസ് അങ്ങനെയുള്ളതെല്ലാം കൊടുക്കുകയും അത് അവർക്ക് അതിനു വേണ്ടി ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തത്, നമ്മളുടെ രാജ്യത്തിനകത്ത് തന്നെ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെ എത്രയാണ് അതിൻ്റെ ഒരു ഉറപ്പ് എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ആധാർ ബയോമെട്രിക് ആണെങ്കിലും പല കാര്യങ്ങളും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല, വോട്ടർ ID. അപ്പോൾ അതെല്ലാം ലിങ്ക് ചെയ്ത് ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, അത് വളരെ അധികം നാളെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ നുഴഞ്ഞു കയറി വരുന്ന ആളുകളെ തിരിച്ചറിയാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. മാത്രമല്ല, ഈ ആന്തരിക സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ നമ്മളുടെ ധനം വിനിമയം ചെയ്യേണ്ടി വരും. അത് ഇന്ത്യക്ക് അത്ര നല്ല ഒരു ഇതായില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും ചെയ്യേണ്ടതെല്ലാം നമ്മൾ ആലോചിച്ച് ഒരു സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കി വേണം ഇതിൽ മുന്നോട്ട് നീങ്ങാൻ. ശരി.